ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ 25/1/2025 നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ GK പാർട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ DS കോത്താരി. 2. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ എ, ഡിസംബർ 10. 3. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണ്? ആൻസർ ഓപ്ഷൻ ബി, മെറ്റേർണിക്. 4. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? ആൻസർ ഓപ്ഷൻ ബി, കുറുളി ചേകോൻ. അടുത്തത് 5. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി, കൊല്ലം. 6. ഗ്രീൻസ് സമയം 0° രേഖാംശ രേഖയിലെ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ആൻസർ ഓപ്ഷൻ സി, 7:30 PM. അടുത്തത് 7. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, ഇവയെല്ലാം. ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിൽ കൂടിയാണ്. പൊതുഗണം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അടുത്തത് 8. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? ആൻസർ ഓപ്ഷൻ ഡി, 61. 9. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ആൻസർ ഓപ്ഷൻ ബി, നെയ്യാറ്റിൻകര. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ്. അടുത്തത് 10. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം? ആൻസർ ഓപ്ഷൻ ഡി, ലാറ്ററൈറ്റ് മണ്ണ്. അടുത്തത് 11. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, കേരളം. 12. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്കു വ്യവസായശാല ഏത്? ആൻസർ ഓപ്ഷൻ ബി, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. 13. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമി. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ അനുബന്ധ വിവരങ്ങളും കൂടെ ചേർത്ത് വീഡിയോ ചെയ്യാം. ഇപ്പം 2024-ലും 25-ലും ഇപ്പം നടക്കുന്ന എക്സാമിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് പിന്നീട് നമ്മളതിൻ്റെ എല്ലാ അനുബന്ധ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 14. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത്? ആൻസർ ഓപ്ഷൻ എ, ദേശീയ ജലപാത 3. 15. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂഭാഗത്തെ ആണ്? ആൻസർ ഓപ്ഷൻ ബി, ഉത്തര മഹാസമതലം. 16. അപ്പോൾ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗമാണ്? ഉത്തര മഹാസമതലം. അടുത്തത് 16. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോ ഉപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, ഭൂതല ഹയാഗ്രഹണം. ഭൂതല ഹയാഗ്രഹണം. 17. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ എ, ഇന്ദിരാ പോയിന്റ്. അടുത്തത് 18. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, പശ്ചിമ അസ്വസ്ഥത. 19. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി, 1ഉം 3ഉം ശരിയാണ്. താരതമ്യേന വീതി കുറവ്, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. ഇനി അടുത്തത് 20. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആൻസർ ഓപ്ഷൻ എ, ആനമുടി. അടുത്ത ക്വസ്റ്റ്യൻ 21. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 2 മാത്രം.
ബന്ധമില്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ആരാണത്? അയ്യ വൈകുണ്ഠസ്വാമികൾ. 22. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി 1949 ജൂലൈ 1. 23. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ സി ചമ്പാരൻ. അടുത്തത് 24. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ജോനാഥൻ ഡെങ്കൻ. ഓപ്ഷൻ എ ജോനാഥൻ ഡെങ്കൻ. 25. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി 2 മാത്രം. 26. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. 27. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ആൻസർ ഓപ്ഷൻ എ NS മാധവൻ. 28. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. 29. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. അടുത്തത് 30. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ഹാൻകാങ്. 31. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. 32. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ. അടുത്തത് 33. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കട്ട സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നൊബേൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതകളിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം തെറ്റായ പ്രസ്താവനകളാണ്. 34. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി. 35. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ശരിയായ കാര്യമാണ്. ആൻസർ ഓപ്ഷൻ സി 1, 3 മാത്രം. 1ഉം 3ഉം മാത്രം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇതാണ് ശരി. 36. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ശരി. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32. അടുത്ത ക്വസ്റ്റ്യൻ 37ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഫസൽ അലി. 38. പൊതു സ്വഭാവമുള്ള കൃത്യ നിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ
തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മാൻഡമസ്. റിട്ടുകളെ കുറിച്ച് പഴയ ഒരു വീഡിയോയിലുണ്ട്, ഈ ചാനലിൽ തന്നെ എല്ലാ റിട്ടുകളെ കുറിച്ചും അതിനകത്ത് പറയുന്നുണ്ട്. 39. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത 40. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി 22. 41. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ കരിമീൻ. 42. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ആൻസർ ഓപ്ഷൻ സി 9. 43. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി. 44. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി 3. 45. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേവന പദ്ധതി? ആൻസർ ഓപ്ഷൻ ഡി കല്ലട. അടുത്തത് 46. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ ബി പാലക്കാട്. 47. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ എ വി അബ്ദുൾ റഹ്മാൻ. 48. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരം. 49. അയ്യങ്കാളി ജനിച്ചതെന്ന്? ആൻസർ ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. അടുത്തത് 50. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ വൈക്കം. 51. താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ റാനഡെ. 52. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? ആൻസർ ഓപ്ഷൻ എ കെ എം പണിക്കർ. അടുത്തത് 53. തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി എ കെ ഗോപാലൻ. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആരെ കുറിച്ചാണ് പറയുന്നത്? എ കെ ഗോപാലനെ കുറിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ 54. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ആൻസർ ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. 55. ഫത്തഹ് മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1, 2. കവി ഖാസി മുഹമ്മദ് എഴുതി സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. 56. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ ബി വടകര. 57. ദർസർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. 58. ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ആൻസർ ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. 59. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര്? ആൻസർ ഓപ്ഷൻ സി ഷൺമുഖം ഷെട്ടി. 60. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏത്? ആൻസർ ഓപ്ഷൻ ബി അഗസ്തീശ്വരം. 61. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി നിശാന്തത. അടുത്തത് 62. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്?
ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ഹീമോഫീലിയ. 63 നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ ഡി റേച്ചൽ കഴ്സൺ. 64 താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ എ പെരിയാർ. 65 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ആൻസർ ഓപ്ഷൻ ബി ഇനാമൽ. 66 ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ആൻസർ ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. 67 മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ കരൾ. 68 കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി പ്രിയങ്ക. 69 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ സി 2023. 70 സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 5 ലക്ഷം. 71 പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. അതിൽ മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. ഏതൊക്കെയാണ്? തെങ്ങിൽ നിന്നും തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. അത് രണ്ടുമാണ് ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 72 ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി വസ്തുവിനേക്കാൾ വലുത്, നിത്യ, നിവർന്നത്. 73 മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷ് ആണ്? ആൻസർ ഓപ്ഷൻ സി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 74 ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്? ആൻസർ ഓപ്ഷൻ എ 310 K. അടുത്തത് 75 ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി u² v² മൈനസ് 2as. 76 ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി രാസോർജം ഗതികോർജമാകുന്നു. അടുത്തത് 77 സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. 78 ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു, അത് മാത്രമാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. ഹൈഡ്രജന് നിറവും മണവും ഇല്ല. പിന്നെ ഹൈഡ്രജൻ ദ്വയാറ്റമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഇതെല്ലാം ശരിയാണ്. തെറ്റേതാണ്? ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്നുള്ളത് മാത്രമാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 79 തന്നിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അടുത്തത് 80 അറ്റോമിക സംഖ്യ 8ആയ മൂലകമാണ്? ആൻസർ ഓപ്ഷൻ ഡി ഓക്സിജൻ O. അപ്പോൾ ഇത്രയേ ഉള്ളൂ GK പാർട്ട്.